മനുഷ്യക്കടത്തും അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ, മലയാളികളായ കന്യാസ്ത്രീകളെയാണ് ഛത്തീസ്ഗഡിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൻ്റെ പുറകിൽ ഇതിന് രാഷ്ട്രീയ നിറം നൽകരുത് എന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പറയുന്നത്. എന്താണ് സാർ, ഈ ഛത്തീസ്ഗഡിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ട്. ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടികളെയും കൊണ്ട് ഇവർ എങ്ങോട്ടാണ് പോകാൻ വന്നത്, ഇതിൻ്റെ നിയമപരമായ രേഖകളൊന്നും കൈവശമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തോ ഒരു ദുരൂഹത അതിലുണ്ട്. എന്താണ് ഛത്തീസ്ഗഡിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർത്തും ദുരൂഹതകൾ നിറഞ്ഞ ഒന്നാണിപ്പോൾ. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള BJP ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആൻ്റണി ഇപ്പോൾ മുഖ്യമന്ത്രി വിഷ്ണു സായിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്പം മുമ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇക്കാര്യത്തിലെ കാര്യങ്ങൾ അവർ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നാണ് പത്രക്കാർ ചോദിച്ചപ്പോൾ അനൂപ് ആൻ്റണി പറഞ്ഞിട്ടുള്ളത്. വിഷയം എങ്ങനെയെങ്കിലും നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത്. നിയമപരമായിട്ട് ഒരു കുറ്റവും ഇവർ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്, പെൺകുട്ടികൾ പറഞ്ഞു അവർ നേരത്തെ തന്നെ ക്രിസ്ത്യാനികളായവരാണ്, അവർ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോവാണെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നത്. ഈ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികൾ ആൾറെഡി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ 3 പെൺകുട്ടികളുണ്ടായിരുന്നു. മൂന്നാമത്തെ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, വീട്ടുകാർ സമ്മതം നൽകിയിട്ടില്ല, എൻ്റെ ഇഷ്ടപ്രകാരമല്ല അവർ കൊണ്ടുപോകുന്നത്, അവിടുത്തെ എവിടെയോ കൊണ്ടുപോകാണ് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അടുത്ത റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ അവർക്ക് ഈ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഛത്തീസ്ഗഡിൽ തന്നെ എത്താമായിരുന്നു. പക്ഷേ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് പരിശോധിച്ച് നോക്കി, ഇവരുടെ ടിക്കറ്റ് ഇല്ല, യാതൊരു രേഖയില്ല. അപ്പോൾ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞാൽ ജോലിയുടെ ഓഫറിംഗ് ലെറ്റർ ഉണ്ടാവുമല്ലോ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇവരൊരു അക്ഷരാഭ്യാസവും ഇല്ല. സിസ്റ്റർമാർ വന്ന് വിളിച്ചു പോയി. കാരണം തീരെ പാവപ്പെട്ട് ദരിദ്രരായിട്ട് വനവാസിവർഗത്തിൽപ്പെടുന്ന പെൺകുട്ടികൾ. അതുമാത്രമല്ല, വലിയൊരു അപകടം കൂടിയുണ്ട്. ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവർ വരുന്നത്. ഈ ദുർഗ് എന്ന് പറയുന്ന പ്രദേശം ഛത്തീസ്ഗഡ് മുഴുവൻ അങ്ങനെയാണെങ്കിലും പ്രത്യേക നിരീക്ഷണത്തിലാണ്. അവിടുന്ന് അങ്ങോട്ട് പോകുന്നവരെയും ഇങ്ങോട്ട് പോകുന്നവരെയും പോലീസ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് വരിക. എന്തുകൊണ്ടാണെന്നറിയാമോ? നക്സൽ ബാധിത ചുവപ്പ് കോറിഡോറിൻ്റെ ഭാഗവും നക്സൽ ബാധിത പ്രദേശവുമാണ്. ഈ ആദിവാസി ഗോത്രങ്ങളെ നക്സലൈറ്റുകൾ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന സ്ഥലവുമാണത്. ഗവൺമെൻറ്റിന് വിവരം കൊടുക്കുന്നവരെ കൊന്നു കുഴിച്ചു മൂടുക എന്ന സ്ഥലമാണത്. അപകടകരമായ സ്ഥലമാണ്. അവിടെ ഒരു ഗവൺമെൻറ് ഓഫീസ് പോലും പ്രവർത്തിക്കുന്നില്ല. അവിടെ എന്താണെന്ന് നടക്കുന്നതെന്നറിയാൻ അവിടെ വരുന്നതും പോകുന്നതുമായ ആൾക്കാരെ പരിശോധിക്കണ്ടേ? 6 മാസത്തിനകം ഛത്തീസ്ഗഡിനെ നക്സൽ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന അമിത്ഷാ വളരെ കർശനമായ നിർദ്ദേശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പോലുള്ള ജാഗരൂകത. അതുകൊണ്ട് മാത്രമേ നക്സൽ ഭീഷണിയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ പറ്റൂ. അതിനുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള നയങ്ങൾ നടപ്പാക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന്, സിസ്റ്റർമാർ പത്രം വായിക്കുന്നവരല്ലേ, അവരറിയേണ്ടതല്ലേ, അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് ആളെ കൊണ്ടുപോകുമ്പോൾ ബന്ധപ്പെട്ട രേഖകൾ മിനിമം അതെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ? ചോദ്യം ചെയ്യുന്ന പെൺകുട്ടികളോടൊപ്പം ഒരു സിസ്റ്ററെങ്കിലും നിൽക്കേണ്ടതല്ലേ? അവരെ വഴിയാധാരമാക്കി സ്റ്റേഷനിൽ നിന്ന് അങ്ങ് പിൻവാങ്ങുകയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അവരോടൊപ്പം ഇവരെ കൂടി കൂട്ടിക്കൊണ്ടുപോകല്ലേ ചെയ്യേണ്ടത്? ഒരു ദുരൂഹത നമ്പർ 1. രണ്ടാമത്തെ ദുരൂഹത എന്ന് പറയുന്നത്, ഈ സംസ്ഥാനത്തോട്ടെങ്ങും അല്ല അവരെ കൊണ്ടുപോകുന്നത്. പിന്നെ എവിടെയാ? ആഗ്ര ഏത് സംസ്ഥാനത്താണ്? UP. ഉത്തർപ്രദേശ് സംസ്ഥാനത്തുള്ള UPയിലേക്ക് ഇവരെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? ഛത്തീസ്ഗഡിൽ ധാരാളം മിഷനറി സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെ കൊണ്ട് അത് ആഗ്രയിൽ കൊണ്ടുപോകും. ആഗ്രയിൽ കൊണ്ട് ഇവരെ സിസ്റ്റർമാരാക്കാനാണ് കൊണ്ടുപോകുന്നതെന്നാണ് ആദ്യം പറഞ്ഞത്. ദുരൂഹത നമ്പർ 2. പക്ഷേ ഇവർ സിസ്റ്റർമാരാകാനുള്ള നഴ്സിംഗ് പരീക്ഷ പാസ്സായിട്ടില്ല, പഠിച്ചിട്ടുമില്ല. എങ്ങനെ സിസ്റ്ററാക്കാൻ പറ്റും? അത് വ്യാജ സിസ്റ്റർമാരല്ലേ ആക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നഴ്സ് എന്നുള്ള അർത്ഥത്തിലുള്ള സിസ്റ്റർ. മൂന്നാമത്തെ ദുരൂഹത, ആഗ്രയിൽ കൊണ്ടുപോയത് എന്തിനാണ്? ആഗ്രയിൽ എന്തിനാണ് കൊണ്ടുപോയത്? ഒന്നുമില്ല. ആഗ്രയിൽ അവർക്ക് ഈ കക്കൂസ് കഴുകുക, അതുപോലെ തന്നെ അവിടുത്തെ ശുചിമുറികൾ കഴുകുക എന്നൊക്കെയുള്ള ജോലി കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു രേഖയും ഇല്ലാതെ, ഓഫർ ലെറ്ററും ഇല്ലാതെ പിടിച്ചു കൊണ്ടുപോയിരിക്കും. അടിമപ്പണി. ഇതിനാണ് നമ്മൾ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത്, ആദിവാസികളുടെ സംസ്ഥാനം അറിയാമല്ലോ, ആ സംസ്ഥാനത്ത് ഇതുപോലെ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് പ്രശാന്ത്. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആൾക്കാർ. നമ്മുടെ അഗളി, അട്ടപ്പാടി,
ഈ പ്രദേശങ്ങളിൽ നിന്ന് എത്രയോ പേരാണ് മരിച്ചിട്ടുള്ളത്. പുകയിലയും ചാരായവും കൊടുത്തിട്ട് അവിടുത്തെ പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊന്ന ചരിത്രങ്ങളുണ്ട്. പീഡിപ്പിച്ച് കൊല്ലാതെ തന്നെ ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഏറ്റു മരിച്ച അമ്മമാരുണ്ട്. അവരുടെ കുട്ടികൾ അകലേക്ക് നോക്കി നിൽക്കുകയാണ് പട്ടിണിയും പോഷകാഹാരക്കുറവുമായിട്ട്. അകലെ തിരുനെല്ലി മലകളിലെ കരിമുളം കാടുകൾക്കുള്ളിൽ കിടക്കുന്നത് അവരുടെ അസ്ഥിഖണ്ഡങ്ങളാണ്, അവരുടെ അമ്മമാരുടെ. അനാഥയായിട്ടുള്ള പെൺകുട്ടികൾ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്, അമ്മ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് വിചാരിച്ച്. നഗ്ന യാഥാർത്ഥ്യങ്ങളാണ്, ആർക്കും താല്പര്യമില്ല. അവരെ സംഘടിത മതവർഗത്തിൽപ്പെട്ടതല്ലാത്തത് കൊണ്ട് മാത്രം അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതുപോലെയുള്ള ചൂഷണമാണ് ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരുന്നത്, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഗോത്രവർഗ്ഗക്കാർ മുഴുവൻ പരിവർത്തന വിധേയമായി ക്രിസ്ത്യാനികളായിട്ട് മാറിയില്ലേ, ഗോവയിൽ മാറിയില്ലേ. അങ്ങനെ നാടെമ്പാടും നടന്നുകൊണ്ടിരുന്ന ഒന്നാണ്. പക്ഷേ മധ്യപ്രദേശ് ഒരു നിയമം കൊണ്ടുവന്നു. എപ്പോഴാണ്? BJP ഒക്കെ അവിടെ വരുന്നതിന് എത്രയോ വർഷങ്ങൾ മുമ്പ് 1964 അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു. കോൺഗ്രസ് മാത്രമേ ഉള്ളവിടെ നിന്ന്. മതപരിവർത്തനം പ്രലോഭനങ്ങളിലൂടെ അല്ലെങ്കിൽ പണം കൊടുത്തുകൊണ്ട് നടത്താൻ പറ്റില്ല. മതം മാറ്റുന്നത് കുറ്റകരമാണ്. മതം മാറാം. ഇവർക്ക് ഈ ഗോത്രവർഗ്ഗക്കാർക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആർക്ക് മതത്തെപ്പറ്റി എന്തെങ്കിലും അറിയാം? അവരുടെ ഗോത്ര ആചാരങ്ങളാണ് അവർ പിന്തുടരുന്നത്. എന്ത് മതമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല അവർക്ക്. ഗോത്രാചാരങ്ങൾ പിന്തുടരുന്നു, ആ ഒരു പാരമ്പര്യം മാത്രം നിലനിർത്തുന്ന പാവങ്ങളാണ് അവരെ. അപ്പോൾ അവരെ ഇങ്ങനെ മതം മാറ്റാൻ വേണ്ടിയാണോ എന്ന് നമുക്കറിയത്തില്ല. ദുരൂഹമായ സാഹചര്യങ്ങൾ പിടിച്ചു കൊണ്ടുപോയപ്പോൾ സംശയം തോന്നിയ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഗ്രയിലേക്കാണ് ടിക്കറ്റ് എന്ന് കണ്ടപ്പോൾ അത് മനുഷ്യക്കടത്താണെന്ന് അവർ ഊഹിച്ചു. അപ്പോൾ അതിന് അവർ ബി ഫെയർ ആൻഡ് ഫെയിം എന്നാണല്ലോ പോലീസിൻ്റെ നിയമം എന്നാണ് പറയുന്നത്. മുഖം നോക്കാതെ നീതി നടപ്പാക്കാൻ വേണ്ടി കോടതി കൊണ്ടുപോയി. ഇത് കേരളത്തിൽ ഇത്ര വലിയ പ്രശ്നമാക്കാൻ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെയും BJP ഒഴികെ, അതുപോലെ തന്നെ മാതൃഭൂമി, മനോരമ തുടങ്ങിയ പാരമ്പര്യമുള്ള പത്രങ്ങൾ പോലും അതിനും എഡിറ്റോറിയൽ എഴുതിക്കൊണ്ട് എന്തോ വലിയൊരു സംഭവം നടന്നു. നീതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ഭാഗമാണ്. ഭരണഘടനയുടെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന നടപടികൾക്കെതിരെ സമ്മർദ്ദം പ്രയോഗിച്ചുകൊണ്ട് ആദിവാസി ചൂഷണത്തിന്, ഇന്ത്യയിലെ പാവപ്പെട്ട ആദിവാസികളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഇവിടെ ഒരക്ഷരം പോലും മിണ്ടാതെ മൂകസാക്ഷിയായിട്ട് ഇതിന് ഇരുന്നു കൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു BJP ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം അംബേദ്കർ എന്ന് സ്വയം പേര് വിളിക്കുന്ന രാഹുൽ ഗാന്ധി അതിന് കുട പിടിച്ചു കൊടുക്കുകയാണ്. ആദിവാസികളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കുട പിടിച്ചു കൊടുക്കുകയാണ്. സംഘടിത മതങ്ങളുടെ മതപൗരോഹിത്യത്തിന് മുമ്പിൽ കുമുട്ടുമടക്കിക്കൊണ്ടും അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി പ്രീണിപ്പിച്ചുകൊണ്ടും. എന്ത് നിയമത്തിൻ്റെ വഴിക്കല്ലേ പോകേണ്ടത്? അതല്ലേ ഭരണഘടന അനുശാസിക്കുന്നത്? അല്ല നിങ്ങളുടെ ഇഷ്ടം, സഭയുടെ സമ്മർദ്ദം അനുസരിച്ച്, സിസ്റ്റർമാരുടെ അനുസരിച്ച്. ഞാനൊന്ന് ചോദിക്കട്ടെ, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ ഇതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ന് ഒച്ച വയ്ക്കുന്ന നേതാക്കൾ തയ്യാറായിട്ടുണ്ടോ? സിസ്റ്റർമാർ പീഡിപ്പിച്ചുവെന്ന് പാവപ്പെട്ട സിസ്റ്റർമാർ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ട് ആഭയ കേസിൽ ആത്മഹത്യ ചെയ്ത എന്ന് പറഞ്ഞ് കിണറ്റിൽ തള്ളിയ വൈദികർക്കെതിരെ വിരലടക്കാൻ ഇത്ര പേരുണ്ടായിരുന്നതിനകത്ത്? വളരെ കുറവാണ്. സിസ്റ്റർ സെഫിക്കെതിരെ, അതിന് കൂട്ടുനിന്ന സിസ്റ്റർ സെഫിക്കെതിരെ ഒരു വാക്ക് പറയാൻ വേണ്ടിയിട്ട് ആരുണ്ടായിരുന്നു ഇവിടെ? ആ അതിജീവിതയെ രക്ഷിക്കാൻ ഒരു വാക്കാരെങ്കിലും? ജോമോൻ പുത്തമ്പുരക്കൽ മാത്രം അതിനു വേണ്ടി ഒറ്റയാൻ പട്ടാളമായിട്ട് കേസ് കൊടുക്കുകയല്ലേ ചെയ്തത്? സിസ്റ്റർ അനുപമ എന്തു പറ്റി? ഏകാകിനിയായിട്ട് സന്യാസ മഠത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നില്ലേ അവരെ? അത്രയല്ലേ സിസ്റ്റർ ജസ്മി മഠത്തിൽ നടക്കുന്ന തോന്നിവാസങ്ങളെ കൊണ്ട് പറഞ്ഞതിന് അവരെ ഭ്രഷ്ടയാക്കിയില്ലേ? ആരുണ്ടായിരുന്നു അവരുടെ കൂടെയൊക്കെ നിൽക്കാൻ? ഇപ്പോൾ 2 സിസ്റ്റർമാരെ അനധികൃതമായിട്ട് അവിടുത്തെ ആദിവാസികളെ കടത്തി മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെ എന്തിനാ പോലീസ് അത് ചോദ്യം ചെയ്യാൻ പോലീസ് ഇല്ലെങ്കിൽ, റെയിൽവേ പോലീസ് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ആദിവാസികൾക്ക് എന്ത് സുരക്ഷിതമാണ്? നിങ്ങൾ ആദിവാസികളെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്താണ്? സംഘടിത മതങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? ഡിഗ്നിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ടതല്ലേ പ്രശാന്തെ? തീർച്ചയായിട്ടും. എൻ്റെ സംശയങ്ങളാണിത്. അങ്ങനെ നീളത്തിൽ എഡിറ്റോറിയൽ എഴുതി വരുന്ന വൈകാരികമായ വിക്ഷോഭം ഉണ്ടാക്കി മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാതൃഭൂമി, മനോരമ പത്രങ്ങളും കോൺഗ്രസ് പാർട്ടിയും അവരെ പിന്തുണയ്ക്കുന്നവരുമാണ് വർഗീയവാദികൾ.